ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. നിലമ്പൂർ കോട്ടയം തീവണ്ടിക്ക് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കി BJP. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഈ തീവണ്ടിക്ക് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. നിലമ്പൂർ കോട്ടയം തീവണ്ടിക്ക് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിൽ BJP കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീവണ്ടിക്ക് കുലുക്കല്ലൂരിൽ സ്വീകരണം നൽകി. തിങ്കളാഴ്ച മുതലാണ് നിലമ്പൂർ കോട്ടയം തീവണ്ടിക്ക് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പ് പുനരാരംഭിച്ചത്. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. രാവിലെ 10:23 വൈകിട്ട് 4:13 തീവണ്ടി കുലുക്കല്ലൂർ സ്റ്റേഷനിൽ എത്തുന്നത്. കോവിഡിന് ശേഷമാണ് തീവണ്ടിക്ക് കുലുക്കല്ലൂരിൽ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് നിർത്തലാക്കിയത്. ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും വ്യക്തികളും കേന്ദ്രമന്ത്രിമാർക്കും MP ഉൾപ്പെടെയുള്ളവർക്കും നിവേദനം നൽകിയിരുന്നു. തീവണ്ടിക്ക് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രിമാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചായിരുന്നു BJP കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീവണ്ടിക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് മധുരം വിതരണം ചെയ്തു. രാജാറാണി ഉൾപ്പെടെയുള്ള തീവണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് പറഞ്ഞു. അതും കൂടി കണ്ടുകൊണ്ടാണ് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും രാജറാണി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇനിയും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും. ഗംഗാരേട്ടനെ പോലെയുള്ള ആളുകൾ അതിന്റെ മുൻപന്തിയിൽ നിൽക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ഒരു പ്രതീതി എന്നുള്ള രൂപത്തിൽ പറയാനുള്ളത്. നാടിന്റെ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിന് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കുലുക്കല്ലൂരിന്റെ റെയിൽവേ വികസനത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ OP ഗംഗാധരനെ ചടങ്ങിൽ അനുമോദിച്ചു. നേതാക്കളായ P സുനിൽകുമാർ, K മണികണ്ഠൻ, PG സതീഷ്, K ഹരിദാസ്, P ഉണ്ണികൃഷ്ണൻ, P ഗോപകുമാർ, VK വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.